ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇടുക്കിയിലെ ഒരു ഗ്രാമത്തിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് ഒരു കർഷകനായി വളർന്ന മനുഷ്യനായിരുന്നു സജി ചേട്ടൻ. ജീസസ് യൂത്തിൻ്റെ ആദ്യകാലം മുതൽക്കേ തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹവുമായി, ക്രിസ്തുവിൻ്റെ വചനവുമായി അനേകം മനുഷ്യരിലേക്ക് പോയ ഒരു ജീസസ് യൂത്ത് പ്രവർത്തകൻ. 2 ബ്രെയിൻ സർജറി കഴിഞ്ഞ് മറ്റ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്ക് മരുന്നുകളൊക്കെ കഴിച്ച് ജീവിതത്തിൽ വലിയ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ പോകുമ്പോൾ പോലും ക്രിസ്തുവിൻ്റെ പുഞ്ചിരി മുഖത്ത് ഉണ്ടായ ഒരു മനുഷ്യൻ. കോവിഡ് മഹാമാരി ലോകത്തിലെങ്ങും വിനാശം വിതച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു അങ്കിളിന് കൊറോണ ബാധിച്ചു എന്ന് മനസ്സിലാക്കിയ ഈ മനുഷ്യൻ, ആരും അദ്ദേഹത്തെ സഹായിക്കാനില്ല എന്ന് മനസ്സിലാക്കിയ സജി ചേട്ടൻ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം രക്ഷിക്കുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിലാണ് ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെയും കൊറോണ ബാധിച്ചിരിക്കുന്നു. ആ അസുഖം അദ്ദേഹത്തെ മരണത്തിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. പെസഹ കാലത്തിൻ്റെ 6ാമത്തെ ഞായറിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്താണ് പിതാവിൻ്റെ സ്നേഹം എന്നതുകൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൽ യോഹന്നാൻ ഇങ്ങനെ എഴുതി വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തനിക്ക് സ്വന്തമായുള്ള പുത്രനെ പോലും ലോകത്തിന് നൽകിക്കൊണ്ട് ലോകത്തിലെ സർവ്വമനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി അവനെ കുരിശിൽ ബലിയാക്കാൻ, ഹോമിക്കാൻ തയ്യാറാകുന്ന ഒരു ദൈവപിതാവിൻ്റെ സ്വയം സമർപ്പണത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് നാം ഈ വചനങ്ങളിൽ കാണുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ ആയിത്തീർന്ന് മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ അവൻ താഴ്ത്തി. യേശുക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരണത്തെ പറ്റിയിട്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഈ വചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹം എന്ന് പറയുന്നത് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ, സ്വയം സമർപ്പണത്തിൻ്റെ, സ്വന്തമായി ഒന്നും മാറ്റിവെക്കാതെ എല്ലാം ലോകത്തിന് വേണ്ടി, ലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടി നൽകുന്ന സ്നേഹമാണ്. അതൊരു വൈകാരിക തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നത് മാത്രമല്ല, അത് മറ്റുള്ളവരിലേക്ക് പൂർണ്ണമായി ഒന്നും സ്വന്തമാക്കി വയ്ക്കാതെ കൊടുക്കുന്ന സ്നേഹമാണ്. ഈ സ്നേഹത്തിലേക്കാണ് ഈശോ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. തുടർന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും എന്ന്. എന്താണ് ഈശോ നമ്മോട് പറയുന്ന കൽപ്പന? തുടർന്നുള്ള വചനങ്ങളിൽ അത് പറയുന്നുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം, ഇതാണ് എൻ്റെ കൽപ്പന. സ്നേഹം എന്ന വാക്ക് ഈശോ ഉപയോഗിക്കുമ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിതാവ് നമ്മോട് കാണിച്ച ശൂന്യവൽക്കരണത്തിൻ്റെ സ്നേഹം, പുത്രൻ നമ്മോട് കാണിച്ച സ്വയം ചെറുതാക്കലിൻ്റെ, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കലിൻ്റെ സ്നേഹം. ഈ സ്നേഹത്തെ പറ്റിയിട്ടാണ് ഈശോ നമ്മോട് പറയുന്നത്. ഈ സ്നേഹമാണ് നമ്മോട്
ഈശോ അനുകരിക്കുവാൻ പറയുന്നത്. അതാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്ന കൽപ്പന, സ്നേഹത്തിൻ്റെ കൽപ്പന. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനങ്ങളുടെ തുടർച്ച ഇതാണ്. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുവിൻ. ഇതാണ് ഈശോ നമ്മോട് കൽപ്പിക്കുന്ന ഫലം എന്ന് പറയുന്നത്. സ്നേഹത്തിൽ നാം വളരുമ്പോൾ, ഈശോ നമ്മെ പഠിപ്പിച്ച, പിതാവ് നമ്മോട് കാണിച്ച സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, സ്വന്തമായി ഒന്നും കരുതി വയ്ക്കാത്ത സ്നേഹം നാം ദൈവത്തോടും മറ്റുള്ളവരോടും കാണിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ഫലം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഈശോ തുടർന്ന് പറയുന്നുണ്ട്, ഈ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്നവൻ ഫലം പുറപ്പെടുവിക്കുന്നു. ഈശോയാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഫലമാണ് സ്നേഹം. മറ്റുള്ളവരോട്, സമൂഹത്തോട് സ്വയം ഇല്ലാതാകുന്ന സ്നേഹം. ആ സ്നേഹമാണ് വിശുദ്ധ മദർ തെരേസയിലൂടെ, വിശുദ്ധ മാക്സിമില്യൻ കോൾബയിലൂടെ, നമ്മളിന്ന് കേട്ട സജിച്ചേട്ടനിലൂടെയൊക്കെ ഈ ലോകത്ത് പടരുന്നത്. അങ്ങനെയാണ് സുവിശേഷം ലോകത്തിൽ പ്രചരിക്കേണ്ടത്. ഈശോ ഈ വചനങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവരോട് പറയുന്നത്, ഇത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. ഫ്രാൻസിസ് പാപ്പ നമ്മോട് പറയുന്നുണ്ട്, ജോയ് ഓഫ് ദ ഗോസ്പൽ എന്ന അപ്പോസ്തോലിക പ്രബോധനത്തിൽ സുവിശേഷത്തിൻ്റെ ആനന്ദം. ഇങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിലൂടെ ഈ ലോകത്തിൽ പ്രകാശിതമാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. അത് വാക്കുകളിലൂടെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രവൃത്തി കൂടെയാണ്. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.